Hello students, അപ്പോൾ സബ്സ്പേസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഈ ക്ലാസ്സിൽ സബ്സ്പേസ് ആകുന്നതും അല്ലാത്തതുമായ കുറേ എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ ദ സബ്സെറ്റ് R2, സബ്സെറ്റ് ഓഫ് R2 ദാറ്റ് ഈസ് നോട്ട് എ സബ്സ്പേസ് ആണ് പറയുന്നത്. R2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്ലെയിൻ ആണ് അല്ലേ. അപ്പോൾ W പറഞ്ഞിരിക്കുന്നത് മൊത്തത്തിൽ ഈ പ്ലെയിനിൻ്റെ 4 ക്വാഡ്രൻറ്റും വരുന്ന പ്ലെയിൻ ആണ്. ഓർഡേഡ് പെയേഴ്സിൻ്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഈ 4 ക്വാഡ്രൻറ്റിലും വരുന്ന പ്ലെയിൻ ആണ് അതിൻ്റെ ജോമെട്രിക്കൽ വേർഷൻ വരുന്നത്. അപ്പോൾ ജോമെട്രിക്കൽ വേർഷൻ വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ W be the set of all points x, y in R2 for which x greater than or equal to 0, y greater than or equal to 0. This set is not a subspace of R2 because it is not closed under scalar multiplication എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ v equal to 1 1 എടുത്തിട്ടുണ്ടെങ്കിൽ be a vector in W but -1 into v എടുത്താൽ -1 1 which is not in W എന്നാണ്. അതായത് it is not closed under scalar multiplication എന്നുള്ളതാണ് എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ ആദ്യം എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സെറ്റ് എന്ന് നോക്കാം. R2 എന്താണെന്ന് നമുക്കറിയാം, ഈ പ്ലെയിൻ ആണ് R2. അതിൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്ന പോർഷനാണ് W ആയിട്ട് എടുക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സബ്സെറ്റ് ഇത് അവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ഈ പോസിറ്റീവ് വരുന്ന ഭാഗം മാത്രം. അപ്പോൾ ഈ സെറ്റാണ്, ഈ മൊത്തം പ്ലെയിനിലെ ഈ ഒരു ഭാഗം R2ൻ്റെ ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് 1 1 എന്നുള്ളൊരു പോയിന്റ് ഈ ഭാഗത്ത് വരുന്നതാണ്. പക്ഷേ 1 1നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 ആണ് വരിക. അതിവിടെ താഴത്താണ് വരിക. അത് ഈ സെറ്റിനകത്ത് തന്നെ വരില്ല. അപ്പോൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെ അണ്ടറിൽ അത് ക്ലോസ്ഡ് അല്ല എന്നുള്ളതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ റീജിയൻ R2ൻ്റെ സബ്സ്പേസ് ആയിട്ട് വരില്ല. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത് സബ്സ്പേസ് ഓഫ് MNN ആണ്. MNN എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെട്രിക്സസ് ഓഫ് ഓർഡർ n/n ആണ് അല്ലേ. മെട്രിക്സസ് ഓഫ് ഓർഡർ n/n വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നു നമ്മളൊരു എക്സാമ്പിളിൽ കണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് സിമെട്രിക് മെട്രിസസിൻ്റെ കളക്ഷനാണ്. n/n സിമെട്രിക് മെട്രിസസിൻ്റെ കളക്ഷൻ. നമുക്കറിയാം സം ഓഫ് 2 n/n സിമെട്രിക് മെട്രിസസ് എടുത്തിട്ടുണ്ടെങ്കിൽ എഗെയിൻ നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് ഓഫ് ഓർഡർ n/n തന്നെ കിട്ടും. അതുപോലെ ഒരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സിമെട്രിക് മെട്രിക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ എഗെയിൻ നമുക്കൊരു സിമെട്രിക് മെട്രിക്സ് തന്നെ കിട്ടും. അപ്പോൾ സിമെട്രിക് മെട്രിക്സുകൾ ഇത് എല്ലാ മെട്രിക്സുകളുടെയും കളക്ഷനാണ്. ഓർഡർ n/n വരുന്ന എല്ലാ മെട്രിക്സുകളുടെയും കളക്ഷനാണ്. അതിൽ നിന്ന് സിമെട്രിക് മെട്രിക്സിൻ്റെ മാത്രമാണ് നമ്മൾ എടുത്തത്, സബ്സ്പേസ് ആയിട്ട് എടുത്തത്. അപ്പോൾ അഡീഷൻ്റെ അണ്ടറിലും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ അണ്ടറിലും അത് ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. കാരണം 2 സിമെട്രിക് മെട്രിക്സ് ആഡ് ചെയ്താൽ നമുക്ക് സിമെട്രിക് മെട്രിക്സ് തന്നെയാണ് കിട്ടുക. അതുപോലെ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സിമെട്രിക് മെട്രിക്സ് അത് അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഒരു സിമെട്രിക് മെട്രിക്സ് ഒരു സബ്സ്പേസ് ഫോം ചെയ്യും. പക്ഷേ അപ്പർ ട്രയാങ്കുലാർ മെട്രിസസോ ലോവർ ട്രയാങ്കുലാർ മെട്രിസസോ ഡയഗണൽ മെട്രിസസോ അതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ 2 അപ്പർ ട്രയാങ്കുലാർ മെട്രിസസ് ആഡ് ചെയ്താൽ അപ്പർ ട്രയാങ്കുലർ തന്നെ കിട്ടും. അതിന് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അപ്പർ ട്രയാങ്കുലർ തന്നെ കിട്ടും. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിസസിൻ്റെ കളക്ഷൻ W ആയിട്ട് എടുത്താൽ ഈ പറഞ്ഞതെല്ലാം സം ആയാലും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആയാലും ആ W-നകത്ത് തന്നെ ഉണ്ടാവും. കാരണം സം എടുത്താൽ അപ്പർ ട്രയാങ്കുലർ ആണ്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ എടുത്താൽ അപ്പർ ട്രയാങ്കുലർ ആണ്. അപ്പോൾ അത് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ കിട്ടുന്നുണ്ട്. ഇനി ലോവർ ട്രയാങ്കുലാർ മെട്രിസസിൻ്റെ കളക്ഷൻ എടുത്താൽ അതും ഈ പറഞ്ഞ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. ഡയഗണൽ മെട്രിസസിൻ്റെ കളക്ഷൻ എടുത്താലും ഇത് പറഞ്ഞ പോലെ 2 പ്രോപ്പർട്ടി അവിടെ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇത് ഓരോന്നും എന്ത് ഫോം ചെയ്യും? ഈ MNN-ൻ്റെ അതായത് മെട്രിസസ് ഓഫ് ഓർഡർ n/n-ൻ്റെ സബ്സ്പേസസ് ഫോം ചെയ്യും. സിമെട്രിക് മെട്രിക്സിൻ്റെ കളക്ഷൻ എടുത്താലും അപ്പർ ട്രയാങ്കുലറിൻ്റെ കളക്ഷൻ എടുത്താലും ലോവർ ട്രയാങ്കുലറിൻ്റെ കളക്ഷൻ എടുത്താലും ഡയഗണലിൻ്റെ കളക്ഷൻ എടുത്താലും അതൊക്കെ എന്ത് ചെയ്യും? ഈ വെക്ടർ സ്പേസിൻ്റെ സബ്സ്പേസസ് ആയിട്ട് വർക്ക് ചെയ്യും. ക്ലിയർ ആണല്ലോ അത് എക്സാമ്പിൾ. അപ്പോൾ 2 കണ്ടീഷൻ നോക്കിയാൽ മതി. അതായത് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആണോ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ക്ലോസ്ഡ് ആണോ എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് തന്നെ വരിക. ആ W-നകത്ത് തന്നെ ആ എലമെൻറ്റ്സ് എല്ലാം വരിക. ഏത് സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതിനകത്ത് തന്നെ വരിക. ഏത് അഡീഷൻ എടുത്താലും അത് അതിനകത്ത് തന്നെ വരിക. അതാണ് ക്ലോസ്ഡ് ആവുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് സബ്സെറ്റ് ഓഫ് MNN ദാറ്റ് ഈസ് നോട്ട് എ സബ്സ്പേസ് ആവാത്തതാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു 2/2 M22 കൺസിഡർ ചെയ്തിട്ടുണ്ട്. 2/2 മെട്രിസസിൻ്റെ കളക്ഷൻ. അതിൽ 2 2/2 മെട്രിസസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. ഇത് 2 യുവും വിയും. അപ്പോൾ n/n മെട്രിക്സ് ഓഫ് ഓർഡർ n/n ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ, ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. ഈ 2 മെട്രിസസിനെ കൺസിഡർ ചെയ്തു. ഇനി 0 × u എന്ന് പറഞ്ഞാൽ
നമുക്കൊരു സീറോ മെട്രിക്സ് ആണ് കിട്ടുക. ആൻഡ് ഹെൻസ് ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ ആൻഡ് ദ മെട്രിക്സ് u plus v has a column of 0. സോ ഇറ്റ് ഈസ് ഓൾസോ നോട്ട് ഇൻവേർട്ടിബിൾ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ് യു എടുക്കണമെങ്കിൽ 0 into u ചെയ്താൽ നമുക്ക് സീറോ മെട്രിക്സ് ആണ് കിട്ടുക, മൊത്തം സീറോ വരുന്ന മെട്രിക്സ്. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. ഡിറ്റർമിനൻ്റ് 0 വന്നു കഴിഞ്ഞാൽ അത് ഇൻവേർട്ടിബിൾ ആവില്ല. നമുക്ക് ഇൻവേഴ്സ്, അപ്പോൾ അവിടെ നമുക്ക് ഇൻവേഴ്സ് കിട്ടില്ല. ഈ മെട്രിക്സിന് നമുക്ക് ഇൻവേഴ്സ് കിട്ടില്ല. അതുപോലെ u plus v and the matrix u plus v has a column of 0, so it is also not invertible. ഇതും അതെ, ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കൊരു കോളം 0 ആയിട്ട് വരുന്ന ഒരു മെട്രിക്സ് കിട്ടും. അതുകൊണ്ട് ഇതും ഇൻവേർട്ടിബിൾ ആവില്ല. ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി കേട്ടോ. ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ് ഈ മുകളിൽ പറഞ്ഞതൊക്കെ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് ഒന്ന് പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അടുത്തത് വരുന്നത് the subspace C of minus infinity infinity. C of minus infinity infinity എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് നോക്കാം. അത് sum of continuous functions is continuous and constant times a continuous function is continuous. ഇത് continuous functionsന്റെ കളക്ഷൻ ആണ്. continuous functionsന്റെ കളക്ഷൻ. എന്താണ് continuous function എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ സം എടുത്താൽ അത് എഗെയിൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അതുപോലെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കളക്ഷനാണ് സി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി കേട്ടോ. അതായത് ഈ ഡൊമൈൻ ഇതായിട്ട് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി വരുന്ന എല്ലാ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെയും കളക്ഷൻ കൊടുക്കുന്ന നൊട്ടേഷനാണ് സി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്നുള്ളത്. അപ്പോൾ അത് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയുടെ, അതായത് മൊത്തത്തിലുള്ള എല്ലാ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയതും അല്ലാത്തതുമായ എല്ലാ ഫംഗ്ഷൻസിൻ്റെയും കളക്ഷനാണ് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. അതിൽ കണ്ടിന്യൂസ് ആയതിൻ്റെ മാത്രം കളക്ഷനാണ് സി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. അപ്പോൾ ഈ സി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ക്ലോസ്ഡ് അണ്ടർ അഡീഷനുമാണ്, ക്ലോസ്ഡ് അണ്ടർ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനുമാണ്. രണ്ട് പ്രോപ്പർട്ടി അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സി ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയുടെ ഒരു സബ്സ്പേസ് ആവുന്നുണ്ട് എന്നുള്ളതാണ് എക്സാമ്പിളിൽ പറയുന്നത്. അപ്പോൾ ആ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കാം. അടുത്ത എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നിങ്ങൾ ആവശ്യമുള്ളവർ മാത്രം ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അടുത്ത എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദ സബ്സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽസ്. ഇപ്പോൾ എല്ലാ പോളിനോമിയൽസിൻ്റെയും nth ഡിഗ്രി പോളിനോമിയൽസിൻ്റെ കളക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെക്റ്റർ സ്പേസ് ഫോം ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എല്ലാ പോളിനോമിയൽസിൻ്റെയും nth ഡിഗ്രി പോളിനോമിയലും nth ഡിഗ്രി മാത്രമല്ല ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരുന്ന എല്ലാ പോളിനോമിയൽസിൻ്റെയും കളക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വെക്റ്റർ സ്പേസ് ഫോം ചെയ്യും. അതിൻ്റെ ഫോം എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സിട്ര പ്ലസ് എ എൻ എക്സ് റേസ് ടു എൻ ആണ്. ഇതിൻ്റെ ഈ nth ഡിഗ്രി പോളിനോമിയൽസിൻ്റെ കളക്ഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെ സം എടുത്ത് എഗെയിൻ ഒരു nth ഡിഗ്രി പോളിനോമിയൽ തന്നെയാണ് കിട്ടുക. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ എടുത്താലും നമുക്കൊരു nth ഡിഗ്രി പോളിനോമിയൽ തന്നെയാണ് കിട്ടുക. ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. കോഎഫിഷ്യൻറ്റിൽ മാത്രമേ ചേഞ്ച് വരുള്ളൂ, വേറെ പോളിനോമിയലിൽ വ്യത്യാസമൊന്നും വരില്ല. So W of all polynomials closed under addition and scalar multiplication and hence is a subspace of f of minus infinity infinity and will denote this by p infinity. പോളിനോമിയൽ ഫംഗ്ഷൻ മാത്രം നമ്മൾ എടുക്കുകയാണ് ഇവിടെ. ഇത് മൊത്തത്തിൽ എല്ലാ ഫംഗ്ഷൻസിൻ്റെയും കളക്ഷനാണ്. ഇവിടെ നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ nth ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ പോളിനോമിയൽ ഫംഗ്ഷൻ ഒരു സബ്സ്പേസ് ഫോം ചെയ്യുന്നുണ്ട് എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയുടെ. നമ്മൾ എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസ് വിത്ത് ഡൊമൈൻ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റിയാണ്. അപ്പോൾ അതിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷനാണ്, അത് ഒരു സബ്സ്പേസ് ഫോം ചെയ്യുന്നുണ്ട് എന്നാണ് ഈ എക്സാമ്പിളിൽ പറഞ്ഞത്. ഇനി അടുത്തതാണ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. അപ്പോൾ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരുന്നത് എന്താണ്, ഒരു വെക്റ്റർ സ്പേസ് ആണ് എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ ഈസ് ഹയസ്റ്റ് പവർ ഓഫ് ദ വാരിയബിൾ ദാറ്റ് ഒക്വേഴ്സ് വിത്ത് നോൺ സീറോ കോഎഫിഷ്യന്റ് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഒരു nth ഡിഗ്രി പോളിനോമിയൽ എന്ന് പറയുമ്പോൾ
അപ്പോൾ പോളിനോമിയൽസ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഉള്ള എല്ലാ പോളിനോമിയൽസും എന്നും അതിൽ താഴെ ഡിഗ്രിയുള്ള എല്ലാ പോളിനോമിയൽസും ആയിട്ടുള്ള കളക്ഷൻ ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യുന്നു നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഡിഗ്രി n മാത്രമുള്ള പോളിനോമിയൽസ് മാത്രം എടുത്താൽ അത് സബ്സ്പേസ് ആവില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ സെക്കൻഡ് ഡിഗ്രി വരുന്ന ഡിഗ്രി 2 വരുന്ന 2 പോളിനോമിയൽ ഇവിടെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നോക്കിയാൽ ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്ക് ഡിഗ്രി 1 ഉള്ള പോളിനോമിയലാണ് കിട്ടുക. അപ്പോൾ അത് മാത്രമുള്ള ഡിഗ്രി 2 മാത്രമുള്ള പോളിനോമിയൽസിൻ്റെ കളക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സമ്മ് അതിനകത്ത് വരില്ല. അപ്പോൾ ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്ന് പറയാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അതൊരു സബ്സ്പേസ് ഫോം ചെയ്യില്ല. വെക്ടർ സ്പേസ് ആവണമെങ്കിൽ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു n വരുന്ന എല്ലാ പോളിനോമിയൽസും, ബട്ട് 10-ഉം 10-ന് താഴെ ഡിഗ്രി വരുന്ന എല്ലാ പോളിനോമിയൽസും, n-ഉം n-ന് താഴെ വരുന്ന എല്ലാ പോളിനോമിയൽസും അങ്ങനെ എടുത്താൽ മാത്രമേ അത് വെക്ടർ സ്പേസ് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ഡിഗ്രി മാത്രമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് വെക്ടർ സ്പേസ് ഫോം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സബ്സ്പേസും കിട്ടില്ല എന്നാണ് ഈ എക്സാമ്പിളിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അടുത്തത് നമുക്കൊരു തിയറാണ്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ, അതായത് നമ്മൾ വിട്ടൊരു എക്സാമ്പിളിൽ നിന്ന് ഉള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു എഫ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ്, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സബ് സ്പേസ് ആണ് സി ഓഫ് മൈനസ് ഇൻഫിനിറ്റി. അതിൻ്റെ ഉള്ളിലേക്ക് C1, അതിൻ്റെ ഉള്ളിലേക്ക് Cm, അതിൻ്റെ ഉള്ളിലേക്ക് C ഇൻഫിനിറ്റി, അതിൻ്റെ ഏറ്റവും ഉള്ളിലേക്ക് പോളിനോമിയൽ ഫംഗ്ഷൻ. ഇത് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന വെക്ടർ സ്പേസുകളാണ് കേട്ടോ, സബ് സ്പേസുകളാണ് ഇങ്ങനെ പോണത്. ഓരോന്നിൻ്റെ ഇൻ്റർസെക്ഷൻ എന്നുള്ള രീതിയിൽ പോകുന്നതാണ്. ഇപ്പോൾ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും തന്നെ ഇൻ്റർസെക്ഷൻ ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ഓഫ് വെക്ടർ സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ അത് തൽക്കാലം ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. അടുത്തത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. തിയറം പറയുന്നത് എന്താണെന്ന് നോക്കാം. If W1, W2, etc. W are subspace of a vector space V, then the intersection of the subspace is also a subspace of V. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം. ഒരു 6 നമ്പർ ഓഫ് സബ്സ്പേസസ് ഉണ്ടെന്ന് വിചാരിക്കുക വെക്ടർ സ്പേസ് വിക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ എടുത്താൽ അതും ഒരു സബ്സ്പേസ് ആയിരിക്കും എന്നാണ് തിയറത്തിൽ പറയുന്നത്. അപ്പോൾ എന്താണ് പ്രൂഫ് എന്നുള്ളത് നോക്കാം. ലെറ്റ് W ബി ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ സബ്സ്പേസസ് W1, W2, etc. WR. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ നമ്മൾ W എന്ന് വിളിച്ചു. നമുക്ക് അതും ഒരു സബ്സ്പേസ് ആണ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. This set is not empty because each of these subspaces contains the zero vector of V. അപ്പോൾ ഈ W1, W2, etc. WR സബ്സ്പേസസ് ആയതുകൊണ്ട് എന്തായാലും ഇവരുടെ എല്ലാം ഉള്ളിൽ സീറോ വെക്ടർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇൻ്റർസെക്ഷൻ എടുത്താൽ Wൻ്റെ അകത്ത് എന്തായാലും അറ്റ്ലീസ്റ്റ് സീറോ വെക്ടർ എങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അത് എംപ്റ്റി ആയി പോവില്ല. അറ്റ്ലീസ്റ്റ് സീറോ വെക്ടർ എങ്കിലും അവിടെ പ്രസൻ്റ് ആയിരിക്കും. ഹെൻസ് സോ ഡസ് ദെയർ ഇൻ്റർസെക്ഷൻ. അപ്പോൾ സീറോ വെക്ടർ ഉള്ളതുകൊണ്ട് Wൻ്റെ അകത്ത് അറ്റ്ലീസ്റ്റ് സീറോ വെക്ടർ എങ്കിലും ഉണ്ടായിരിക്കും. ഇറ്റ് റിമൈൻസ് ടു ഷോ ദാറ്റ് W ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ്റെയും അതുപോലെ അഡീഷൻ്റെയും അണ്ടറിൽ ക്ലോസ്ഡ് ആണ് എന്നാണ് നമുക്കിനി കാണിക്കാനുള്ളത്. അപ്പോൾ ടു പ്രൂവ് ക്ലോഷർ അണ്ടർ അഡീഷൻ ലെറ്റ് U ആൻഡ് V വെക്ടേഴ്സ് ഇൻ W. അപ്പോൾ Wയിൽ നിന്ന് നമ്മൾ 2 വെക്ടേഴ്സ് എടുത്തു, Uവും Vയും. Since W is the intersection of W1, W2, etc. WR, അപ്പോൾ W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W1ൻ്റെ W2ൻ്റെ etc. WRൻ്റെ ഒക്കെ ഇൻ്റർസെക്ഷൻ ആണ്. അപ്പോൾ Uവും Vയും Wനകത്തുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് Uവും Vയും ഈ എല്ലാത്തിൻ്റെ അകത്തും വരും അല്ലേ. ഇനി ഇവർ ഓരോരുത്തരും സബ്സ്പേസുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സമ്മായ U+V ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് U+V അതിൻ്റെ ഇൻ്റർസെക്ഷനായ Wൻ്റെ ഉള്ളിലും വരും അല്ലേ. അപ്പോൾ it follows that U and V also lies in each of these subspaces. Moreover, since these are subspaces, W1, W2, etc. WRകൾ സബ്സ്പേസസ് ആയതുകൊണ്ട് ക്ലോസ്ഡ് അണ്ടർ അഡീഷനും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ U+Vയും Kയും ഓരോ W1, W2, etc. WRകളുടെ ഉള്ളിലും ഉണ്ടാവും. അപ്പോൾ W എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻ്റർസെക്ഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് U+Vയും Kയും എവിടെയും വരും, ഇൻ്റർസെക്ഷനായ Wൻ്റെ ഉള്ളിലും വരും. അപ്പോൾ Uവും Vയും ഏത് 2 വെക്ടേഴ്സ് Wൻ്റെ ഉള്ളിൽ നിന്ന് എടുത്താലും അവർ രണ്ടാളുടെ സമ്മും Wൻ്റെ ഉള്ളിൽ വരും. അതുപോലെ അവരുടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനും Wൻ്റെ ഉള്ളിൽ വരും. ഓക്കെ, ആർഗ്യുമെൻ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇൻ്റർസെക്ഷൻ ഈസ് ഓൾസോ എ സബ്സ്പേസ് എന്ന് പറയാനായിട്ട് പറ്റും. കുറച്ച് സബ്സ്പേസുകളുടെ ഇൻ്റർസെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർസെക്ഷനും ഒരു സബ്സ്പേസ് ആയിരിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. പ്രൂഫും മനസ്സിലാക്കിയിട്ട് പഠിക്കാം. Okay.